ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് വണ്ടി. നമുക്ക് അതിൻ്റെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക്, എഞ്ചിൻ ഓയിൽ മാറ്റാം, ക്ലച്ച് കേബിൾ മാറ്റാം. എത്ര കേസിനാണ് വന്നേരെ. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അതിവിടെ ഗിയർ ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഓയിൽ സീലിൻ്റെ അവിടെ നിന്നാണ് ലീക്ക് വന്നതാണ് കേട്ടോ. ബാക്കി ഞാൻ ഈ സൈഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഴിച്ചു നോക്കിയതാണ്. അവിടെ ഒന്നും വേറെ പ്രോബ്ലം ഇല്ല. സ്പോക്കറ്റ് സൈഡ് പ്രശ്നമില്ല, പ്ലഗ് റബ്ബറിൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല. ഈ സൈഡ് ഓയിൽ സീൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ മാറ്റി ഇട്ട് നോക്കണുണ്ട്. ഈ ഷാഫ്റ്റിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഈ വന്ന ഗിയറിൻ്റെ സെലക്ടർ സ്പ്രിൻഡിൽ ഷാഫ്റ്റാണത്. ഈ ഷാഫ്റ്റിന് തേയ്മാനോ വരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ എൻജിൻ കേസിൻ്റെ ഭാഗത്ത് വല്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ സീൽ അടിച്ചാൽ ഈ സൈഡ് ലീക്കേജ് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ഓയിൽ സീലൊന്ന് മാറ്റി നോക്കുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഈ ഷാഫ്റ്റ് അടക്കം മാറ്റിയിട്ട് ഓയിൽ സീൽ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. വേറെ പ്രോബ്ലം വരാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഓയിൽ ലീക്ക് നമുക്ക് റെഡി ആക്കിയേക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്ലച്ച് കേബിൾ കംപ്ലയിൻ്റ് ആയിരുന്നു. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞത്. പക്ഷേ ഓയിൽ നല്ല ഓയിലാണ്, മാറ്റേണ്ട ടൈം ആയിട്ടില്ല കേട്ടോ. ഒരല്പം ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്, അത് മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. എസ്റ്റിമേറ്റ് അടക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം. നമുക്ക് ഏകദേശം ഒരു 2:30 കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വന്നാൽ നമുക്ക് വണ്ടി എടുക്കാം. ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ.